നിബി, മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം. യെസ്, രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസം ശരിയായ ഉത്തരവാണ്. ആരാണത് എഴുതിയത്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പേരാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? കുന്തലത. കുന്തലതയാണ്. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. അപ്പൊ പിന്നെ ഇന്ദുലേഖ എന്ത്? ലക്ഷണമൊത്ത നോവൽ. യെസ്, കുന്തലത എഴുതി കഴിഞ്ഞ് പിന്നീടാണ് ഇന്ദുലേഖ വരുന്നത്. എന്നാൽ ഒരു നോവൽ എന്ന് വിളിക്കപ്പെടാവുന്ന രീതിയിൽ അതിൻ്റെതായ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച ആദ്യത്തെ കൃതിയാണ് ഇന്ദുലേഖ. അത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ. ആരാണ് ഇന്ദുലേഖ എഴുതിയത്? ഇപ്പൊ പറഞ്ഞല്ലോ. ആര്? ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ. ഒയ്യാരത്ത് ചന്തുമേനോൻ. ഓക്കെ. മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചെറുകഥ ഏതാ? വാസനാവികൃതി. ഒരു കള്ളന്റെ കഥ പറയുന്ന വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. സ്വാഭാവികമായും അടുത്ത ചോദ്യം, ആരാണ് വാസനാവികൃതി എഴുതിയത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ശരിയായ ഉത്തരമാണ്. നിർത്തിയില്ല. മലയാളത്തിൽ ആദ്യമായൊരു സൈബർ നോവൽ ഉണ്ടായത് ഏതാണ്? ആരാണ് എഴുതിയത്? നൃത്തമാണ് മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവലിന്റെ പേര്. നൃത്തം. ആരെഴുതി? എം മുകുന്ദൻ. ശരിയായ ഉത്തരവാണ്. എം മുകുന്ദന്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ, റേഡിയോയിലൂടെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ എന്നൊരു ചോദ്യം വന്നാൽ സക്കറിയയുടെ ബുക്കാണ്. സക്കറിയയാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ആണ്, സക്കറിയാണ്. ഇതാണ് എന്റെ പേര്. ശരിയായ ഉത്തരമാണ്. ഇതാണ് എന്റെ പേര്. സക്കറിയയുടെ ഇതാണ് എന്റെ പേരാണ് കറക്റ്റ് ഉത്തരം. മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചാലോ? മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യത്തെ മലയാള പുസ്തകം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. ആദ്യമായി മലയാളം ലിപി അച്ചടിക്കപ്പെട്ടത് സംക്ഷേപ വേദാർത്ഥത്തിലല്ല, മറ്റൊരു പുസ്തകത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കൽ. അതായത് അങ്ങ് ആംസ്റ്റർഡാമിൽ, ഡച്ചുകാരുടെ ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ്, അത് ഡച്ച് ഭാഷയിലെ പുസ്തകം തന്നെയാണ്. എന്നാൽ അതിനകത്ത് ഒരു അധ്യായം അല്ലെങ്കിൽ തെങ്ങിനെ കുറിച്ച് പറയുന്നിടത്ത് മലയാളം ഉണ്ട്. അപ്പൊ മലയാളം ആദ്യമായി അച്ചടിച്ചത് ഹോർത്തൂസ് മലബാറിക്കസിൽ. എന്നാൽ ആദ്യത്തെ മലയാള പുസ്തകം ചോദിച്ചാൽ സംക്ഷേപ. ഓക്കെ.